പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ രോഗികള്, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവര്, ഡിപ്രഷൻ അനുഭവിക്കുന്നവര്, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാര്, കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കന്മാരെ, മനസ്സ് കെട്ടുപോയവര്, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവര്, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവര്, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവര്, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിനക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടിയിൽ അർത്ഥവത്തായിട്ട് കാര്യക്ഷമമായ ഉടമ്പടി പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നതെന്ന്, അഥവാ പ്രേക്ഷിത പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നതെന്ന് നമ്മൾ ആദ്യം ഉറപ്പുവരുത്തേണ്ടതാണ്. ഇപ്പം നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നല്ലേ, അപ്പോൾ സംസാരിക്കുന്ന മുമ്പ് ഞാൻ കുറേ മനസ്സിൽ പ്രാർത്ഥിക്കുകയും ഇനി കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി കിട്ടാൻ വേണ്ടി ഞാൻ മനസ്സുരുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പം തുടങ്ങിയല്ല, പട്ടുമൂലെ കർത്താവിൻ്റെ കാര്യം പറയാൻ തുടങ്ങുന്ന കാലം മുതലേ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായപ്പോഴും, അത് എത്ര വയസ്സായാലും എനിക്ക് തോന്നുന്നത് ടെൻഷൻ കുറയരുതെന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചത്. കാര്യം ഞാൻ ഇടവകയിലൊക്കെ നടത്തിയിട്ടുള്ള ഇരിക്കുമ്പോഴേ നമുക്ക് വൈകുന്നേരമല്ല ഓരോ സ്ഥലത്ത് കൺവെൻഷനിൽ വിളിക്കണം നമ്മളാണ്. അപ്പോൾ ഞാൻ ഡെയിലി പോയി വരികയായിരിക്കും ചെയ്യണത്. പക്ഷേ ഇടവകയിൽ വരുമ്പോൾ ചില സമയത്ത് വല്ല സിക്കായിരിക്കും, ചിലപ്പോൾ ചില സമയത്ത് നമ്മുടെ വീട്ടിൽ അവിടെ ഇടവക മരിപ്പുണ്ടാവും. മരണമൊക്കെ ഉണ്ടായാൽ നമുക്ക് ഇട്ടച്ചും പോകാൻ പറ്റത്തില്ലല്ലോ. അതെല്ലാം കഴിഞ്ഞ് പരവെടുത്ത് അതിൻ്റെ കുർബാന ചൊല്ലി ആൾക്കാരെല്ലാം പിരിച്ചതിന് ശേഷമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ 10-120 കിലോമീറ്റർ സഞ്ചരിക്കണമെങ്കിൽ ചിലപ്പോൾ അരമണിക്കൂർ ഉണ്ടാകത്തുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെ സഞ്ചരിച്ചാൽ പോലും സമയത്ത് എത്താൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ടെൻഷൻ അടിക്കും അല്ലേ, തീർച്ചയായിട്ടും. പക്ഷേ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മളതിനെ പ്രെയറായിട്ട് കൺവേർട്ട് ചെയ്യും. ഞാൻ കാറിലിരുന്നുകൊണ്ട് ആരോടും സംസാരിക്കത്തില്ല. അതിപ്പോഴും അങ്ങനെയാണ്. എനിക്ക് എന്തെങ്കിലും ഹെവി മനസ്സ് ലോഡ് പിടിക്കാൻ തുടങ്ങിയാൽ ഞാൻ സൈലൻ്റ് ആയിരിക്കും. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആകാശത്തിൽ ഇന്ധനം നിറക്കുന്ന വിമാനങ്ങളില്ലേ, അവർ സൈലൻ്റ് ആയിരിക്കും, ശബ്ദമായിട്ട് നിന്നേക്കും. അതായത് നമ്മൾ പ്രെയർ ചെയ്ത് നമ്മളുടെ ഒരു ടെൻഷനുണ്ട്, പിന്നെ നമ്മൾക്ക് ചെയ്യാനുള്ള ആശങ്ക ഉണ്ട്, ആങ്സൈറ്റി ഇതൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ഈ ഉത്കണ്ഠ, അതുപോലെ തന്നെ ടെൻഷൻ, ഇതിൻ്റെ വരുന്നൊരു വിഷയം, ഇത് ആണ് ദൈവത്തെ ആശ്രയിക്കാനും കണ്ടെത്താനും നമ്മളെ ഒരു പരിധി വരെ സഹായിക്കും. എന്നെ സഹായിച്ചിട്ടുള്ളത് കാരണം ഞാൻ ഈ സമയത്തൊക്കെ ബാക്കി എല്ലാ കണക്ഷൻസും കട്ട് ചെയ്യും, മൊബൈൽ ഓഫ് ചെയ്യും, മറ്റുള്ളവരോട് കൂടെ ഉള്ളവരോട് സംസാരിക്കുമെന്ന് പറയും, അല്ലെങ്കിൽ അവിടെ സംസാരത്തിൽ പങ്കെടുക്കത്തില്ല. ഭയങ്കര ഡിസിപ്ലിൻ, കോൺവെർസേഷൻ ഡിസിപ്ലിൻ ഉണ്ടാക്കും. എന്താ കാര്യം വെച്ചാൽ ആ സമയം ദൈവത്തോട് മാത്രം നമ്മൾ സംസാരിക്കുകയോ ജപമാല ചെല്ലുകയോ ചെയ്യണമായിരിക്കും. നിങ്ങളവർക്ക് ആധ്യാത്മിക ജീവിതം അത്ര കൊണ്ട് വലിയ അതിൻ്റെ സങ്കീർണമായ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇവരൊക്കെ ആധ്യാത്മിക ഔന്നത്യം പ്രാപിക്കണമെന്ന് ഒരിക്കലും ധരിക്കരുത്. സിമ്പിളാണ്. കത്തോലിക്ക സഭ പഠിപ്പിച്ചിട്ടുള്ള എല്ലാം, ജപമാല, കർത്താനമാലാഹ, പിന്നെ നമുക്ക് വിസിറ്റ് ചെയ്യണമെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ വിസിറ്റ് ചെയ്യും. ഇപ്പം കൃപാസനത്തിൽ തന്നെ നിങ്ങൾക്ക് അറിയാവും, ആ പഴയ 50 സെൻറ്റ് സ്ഥലമാണ് നിൽക്കണത്. 50 സെൻറ്റ് സ്ഥലത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, 3 നിത്യാരാധനയുണ്ട്. അപ്പോഴൊക്കെ മനസ്സിലായില്ലേ, എങ്ങോട്ട് തിരിഞ്ഞാലും
നമ്മൾ നിത്യാരാധന വന്ന് വീഴും. ഏതെങ്കിലും നിത്യാരാധന വന്നു. അതിൽ വിസിറ്റ് എന്ന് പറയണത് ദിവ്യകുർബാനയുടെ വിസിറ്റ്. ഇനി ദിവ്യകുർബാന ഇരിക്കുന്ന സമയത്ത് നമ്മൾ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. എനിക്ക് ആ ഒരു അഭിഷേകമായിട്ടിരിക്കണം. കാര്യം കാനായിലെ കല്യാണമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ദൈവം എന്നോട് സംസാരിക്കുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അതിലേക്കാണ് കർത്താവ് ജനങ്ങളെ കണക്ട് ചെയ്ത് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ഞാൻ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരിക്കുന്നത്. കാനായിലെ കല്യാണ വീട് അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ഈശോയുടെ മുമ്പിൽ നിന്നത്, ദിവ്യ കുർബാനയുടെ മുമ്പിൽ നിന്നത്. ഓർക്കല്ലേ, അതല്ലേ കൃപാസനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്താ വിഷയം? ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബോധ്യം ഒന്നും സംഭവമുണ്ട്. ബോധ്യം. അപ്പം നോൺ ബോധ്യം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ബോധ്യം എന്നൊക്കെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയും. ഇപ്പോൾ നോക്കിയാൽ മറ്റുള്ളവരുടെ ബോധ്യം ജനിപ്പിക്കണമെന്നാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, അതിനെടുത്ത് 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നേരത്തെ കൈകാര്യം ചെയ്തതാണ്. മറ്റുള്ളവരിൽ ആ വാക്കെടുക്കുക, മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും. അതാണ് സംഭവം. വെച്ചുകഴിഞ്ഞാല് മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. ഇത് വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമുണ്ടല്ലോ. ഈ പൗലോസ് അപ്പോസ്തലൻ പോലും പറയണത് മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കണമെന്നാണ്. പക്ഷെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു വ്യക്തി വളരണമെങ്കിൽ ആദ്യം ബോധ്യം ജനിപ്പിക്കേണ്ടത് ദൈവത്തിലാണ്. ദൈവത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ടെൻഷനിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവേ നീ അത് കാര്യം ടെൻഷന് എതിരായിട്ടുള്ള എല്ലാ സാധനം ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ ഉള്ളത് കർത്താവിൻ്റെ കയ്യിലാണ്. എന്തൊക്കെയാണ്? ധൈര്യം, അല്ലേ? പിന്നെ ഞാനൊരു പ്രാക്ടിക്കലായിട്ടൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ടെൻഷൻ്റെ കാലത്ത് ഒരു ധൈര്യവും തോന്നത്തില്ല. അപ്പം നിങ്ങളോർക്കും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഉടനെ ടെൻഷൻ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ ഒരു ധൈര്യം തോന്നത്തില്ല. നമ്മൾ ഡെലിവറൻസിൻ്റെ ഇത് ഡെലിവർ ചെയ്യുന്ന സമയത്ത് ചെയ്യണ കാര്യത്തിലും നമുക്ക് അപ്പോൾ ടെൻഷനോട് തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യണത്. നിങ്ങൾ ആരും വിചാരിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ ടെൻഷൻ ഇങ്ങനെ കാറ്റ് വരുമ്പോൾ മേഘങ്ങൾ അങ്ങോട്ട് തൂത്തുപോണ പോലെ ടെൻഷൻ അങ്ങോട്ട് മാറുമെന്ന്. മാറുന്നവരുണ്ടാകാം. പക്ഷേ ഞാൻ 21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ 21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുള്ള അവർ ടെൻഷൻ അടിച്ച് തന്നെയാണ് പ്രാർത്ഥിക്കണത്, ടെൻഷൻ അടിച്ച് തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണത്. പക്ഷെ ഒരു കാര്യം കർത്തവാണ്. എന്താണ് വ്യത്യാസം എന്ന് പറയുന്നത്, ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചാണ് ഓരോ ധ്യാനങ്ങളും ചെയ്തിരിക്കുന്നത്. ടെൻഷൻ അടിക്കാതെയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ടെൻഷൻ അടിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ അവലംബിച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ ഫ്രൂട്ട്സാണ് പ്രധാനം. എന്താ കാര്യം? നമ്മൾ വിചാരിക്കാത്ത റിസൾട്ട് ഉണ്ടാക്കും. എന്താ കാര്യം? അത് ചെയ്യണത് കർത്താവാണ്. എൻ്റെ മക്കളെ, കർത്താവിന് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊവിഷൻ ജീവിതത്തിലുണ്ട്. നമുക്ക് നാളെ അത് കാണാം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ടെൻഷൻ അടിക്കുമ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? എല്ലാ കണക്ഷനും ഊരിയിടണം. ഇടിവിട്ട് വരേണ്ട സമയത്ത് അങ്ങനെയല്ല നമ്മൾ ചെയ്യണത്. ഇടിവിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? എല്ലാ മെയിൻ സ്വിച്ച് ചിലപ്പോൾ ഓഫ് ആക്കണവരുണ്ട്, ചിലപ്പോൾ ഫീസ് ഊരിക്കളയണവരുണ്ട്. ഇത് തന്നെയാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോഴും നമ്മൾ മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള മൊബൈൽ ഓഫ് ചെയ്യും, മറ്റുള്ള ആൾക്കാരുള്ള കണക്ഷൻസ് മാറുക. കണക്ഷൻസ് ഊരിക്കളയണം മാത്രമല്ല, അതിനെ പ്രെയറായിട്ട് കൺവേർട്ട് ചെയ്യണം. എന്നാൽ ബാക്കി ഈ നമ്മൾ ടെൻഷൻ അടിക്കുന്ന വിഷയം ചെയ്യണം നമ്മളായിരിക്കത്തില്ല, അത് നിൻ്റെ കർത്താവായിരിക്കും. ഓക്കെ, താങ്ക് യു. ഞങ്ങൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കാണിച്ചപ്പോൾ ഹസ്ബൻഡിന് കൗണ്ടിൽ കുറവുണ്ടെന്ന് പറഞ്ഞു. എന്നാലും മരുന്ന് കഴിച്ചിട്ടും
വല്ല പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അമ്മച്ചിയാ പറഞ്ഞു ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇവിടുത്തെ തൈലവും പിന്നെ ഉപ്പും ഒക്കെ ഉപയോഗിക്കുമായിരുന്നു. കാലത്തും വൈകിട്ടൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. ഒക്കെ ചെയ്തു പോയിരുന്നേച്ചായിരുന്നു. പേപ്പറൊക്കെ വിതരണം ചെയ്യുമായിരുന്നു. 2 മാസം വന്ന് പോയി. പിന്നെ അത് കഴിഞ്ഞ് പ്രളയം വന്ന്, ഞങ്ങൾ പറവൂർ പ്രളയമൊക്കെ വന്ന്, പിന്നെ കൊറോണയൊക്കെ വന്ന് എല്ലാം മുടങ്ങിപ്പോയി. എന്നാലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ 5-ാമത്തെ വർഷം ഞാൻ ഗർഭിണിയായി. അപ്പം ഞാൻ വീട്ടിലായിരുന്നു. പക്ഷേ പീരീഡ്സൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് ആ മാസം ആകാതിരുന്നതുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആകണേന്ന്. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആയി. ഗർഭിണിയായി 1.5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഛർദിലായിരുന്നു. ഛർദിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഛർദിൽ കൂടിക്കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് ട്രിപ്പിടും, ഇങ്ങോട്ട് പോരും, അങ്ങനെയായിരുന്നു. അങ്ങനെ 5-ാമത്തെ മാസം സ്കാൻ ചെയ്തപ്പോഴാണ് ഡോക്ടർ പറയണത് കൊച്ചിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എൻ്റെ സർവിക്സിന് സ്റ്റിച്ചിട്ട് നിർത്തണമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ കൊച്ചിങ്ങനെ ഇറങ്ങിപ്പോരുമെന്ന് പറഞ്ഞ്, കൊച്ചിന് വെയിറ്റ് കൂടുന്നതനുസരിച്ച്. അങ്ങനെ എനിക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞ് തല ഇങ്ങനെ താത്തി വെച്ചിട്ട് കാലിൻ്റെ അവിടെ ഇഷ്ടിക വെച്ചിട്ട് പൊക്കി വെക്കണമെന്ന് പറഞ്ഞു. പോരാത്തതിന് എല്ലാ മാസവും 2 സ്കാനിങ്ങാണ് പറഞ്ഞത്. അപ്പം എനിക്ക് പേടിയായി, മാതാവേ സ്കാനിങ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ കൊച്ചിന് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെയുള്ള പേടിയായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നാലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു കൊച്ചിനൊരു കുഴപ്പമുണ്ടാകരുത്, സുഖപ്രസവമായിരിക്കണം. എനിക്കും ഹസ്ബൻഡിനും വലിയ ആഗ്രഹമായിരുന്നു ആൺകൊച്ചിനെ തന്നെ വേണമെന്ന്. അതേപോലെ തന്നെ 9 മാസം കംപ്ലീറ്റ് ചെയ്ത് എൻ്റെ ഒരു കേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. വേറൊരു സിസേറിയനാണെങ്കിലും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനൊരു ആൺകൊച്ചിനെ ഫെബ്രുവരി 22/2/2022 ഞാനൊരു ആൺകൊച്ചിനെ സുഖപ്രസവത്തിലൂടെ പ്രസവിച്ച് അടുത്ത മാസം 22-ാം തീയതി ഇവൻ്റെ ബർത്ത്ഡേ ആണ്. 2 വയസ്സാകും ഇവന്. മാതാവ് എന്ന ഈ ഒരു നന്ദിക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. അമ്മക്ക് ഇങ്ങനെ കാലിനൊരു വേദന പോലെ ഉണ്ടായിരുന്നു. അതും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മക്ക് മാതാവ് തൊട്ട് അനുഗ്രഹിച്ചെന്ന് അമ്മ പറഞ്ഞത്. നമുക്കിപ്പോൾ കാലിന് വേദനയൊന്നുമില്ല. പിന്നെ എല്ലാവരോടും ഞങ്ങൾ ഈ സാക്ഷ്യം പറയുമായിരുന്നു. ഞാനിപ്പോൾ കൊറോണയൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് വരാൻ പറ്റാത്ത, പിന്നെ കൊച്ചാണെങ്കിലും കുറച്ച് ഇതൊക്കെ ആയിരുന്നു. വണ്ടി കയറുമ്പോൾ കരച്ചിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് വന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചാനലിൽ ഇട്ട് സാക്ഷ്യം പറഞ്ഞതാണ്. എന്നാലും അംശവർ ഇവിടെ ഒന്ന് പറയാതിരിക്കരുതെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞത്. അതുപോലെ എല്ലാവരോടും, കാണുന്ന എല്ലാവരോടും പറയുമായിരുന്നു ഇങ്ങനെ മാതാവ് വഴിയാണ് എനിക്ക് കൊച്ച് ലഭിച്ചതെന്ന് എല്ലാവരോടും പറയുമായിരുന്നു. പേപ്പറൊക്കെ വാങ്ങിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴും നല്ല വിശ്വാസത്തോടെ മാതാവിനോട് ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കണനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരുമ്പോഴാണ് പ്രാർത്ഥിക്കണത്. പക്ഷെ അത് അപ്പം തന്നെ മാതാവ് എനിക്ക് സാധിച്ചു തരും. മാതാവിന് 1000 നന്ദി ഈ അവസരത്തിൽ പറയുന്നു. എൻ്റെ പേര് ലിസി. ഞാൻ തേവയ്ക്കൽ മാർട്ടിൻ ഡീപ്രോസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഇത് 2ാം പ്രാവശ്യമാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം എനിക്ക് കിട്ടുന്നത്. 2ാമത്തെ പ്രാവശ്യം 25/7/2022 ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. എൻ്റെ 2ാമത്തെ മകൾക്ക് ഒരു കല്യാണം കഴിഞ്ഞിട്ടൊരു കുഞ്ഞുണ്ടാകുന്നതിനും, മൂത്ത മകൾക്ക് 5 വയസ്സ് കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ടായിട്ട് 2ാമതൊരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി, പിന്നെ എൻ്റെ ചില മൂത്ത മോള് UK-ലാണ്, അവൾക്കൊരു വീട് വാങ്ങുന്നതിനും ഉള്ള അനുഗ്രഹത്തിനാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാനന്ന് 4 കാര്യങ്ങളാണ് ഉടമ്പടിയിൽ എഴുതിയത്. ആദ്യത്തെ കാര്യം, മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇഷ്ടമുള്ളത് നടത്തി തരട്ടെ എന്ന് എഴുതി. പിന്നെ 4 കാര്യങ്ങൾ എഴുതി. ഏറ്റവും അവസാനം, എന്നെ പരിശുദ്ധമായിട്ട് ജീവിക്കാൻ അനുഗ്രഹിക്കണേ മാതാവ് എന്നാണ് ഞാൻ 6ാമത്തത് എഴുതിയത്. 4 കാര്യമാണ് ഞാൻ എഴുതിയത്. ഈ 4 കാര്യങ്ങളും തന്നെ എനിക്ക് നടന്നു. ഞാൻ എഴുതി 2ാം മാസം തന്നെ എൻ്റെ 2ാമത്തെ മകൾ ഗർഭിണിയായി. ജൂൺ 1-ാം തീയതി അവളൊരു ഈ 23 ജൂൺ 1-ാം തീയതി പ്രസവിച്ചു. 2ാമത്തെ മകൾക്ക് അപ്പം ഒരു കുഞ്ഞില്ല, PCOD ആയിരുന്നു, ഭയങ്കര ബ്ലീഡിങ്ങും കുറേ പ്രശ്നങ്ങളായിരുന്നു. അപ്പം ഞാൻ പുതുക്കാൻ വന്നപ്പോൾ 16/10 പുതുക്കാൻ വന്ന് അവൾക്ക് വേണ്ടി ഇവിടെ ഞാൻ നിന്ന് പുതുക്കി. ആ നേർച്ച വസ്തുക്കളെല്ലാം എൻ്റെ ഒരു കൂട്ടുകാരി UK-ലേക്ക് പോയപ്പോൾ അവളുടെ കയ്യിൽ കൊടുത്തയച്ചു. അവളവിടെ കൊടുത്തു. അവൾ എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് തൈലം എടുത്ത് ഞാൻ വയറ്റിൽ അടിവയറിൽ കുരിശ് വരയ്ക്കണമെന്നൊക്കെ പറഞ്ഞാൽ വിട്ടത്.
മുടങ്ങാതെ ജപമാല എല്ലാ സാധനങ്ങളും കൊടുത്തുവിട്ടു. അത്ഭുതം എന്ന് പറയട്ടെ, ആ മാസം തന്നെ ഓവുലേഷൻ ഇല്ലായിരുന്നു അവൾക്ക്. അപ്പോൾ ഡോക്ടർ ഓവുലേഷൻ ഇല്ലാത്തതിനാൽ കുഞ്ഞുങ്ങളുണ്ടാകാൻ കുറച്ച് പാടാണെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അവിടെ മെഡിസിനൊന്നും കൊടുത്തില്ലായിരുന്നു. ഈ വിശുദ്ധ തൈലം ഉപയോഗിച്ച് വയറ്റിൽ കുരിശ് വരച്ച് ഉപ്പെല്ലാം ഞാൻ ഉപയോഗിക്കാൻ പറയാറുണ്ട് ഡെയിലി. ആ മാസം തന്നെ അവൾ ഗർഭിണിയാകുകയാണ്. അപ്പോൾ എനിക്ക് 2 മക്കളും ഒരേ സമയം ഗർഭിണിയായി. രണ്ടാമത്തെ മകൾക്ക് ജൂൺ 1-ാം തീയതി ആയിരുന്നു ഡേറ്റ്, മൂത്ത മകൾക്ക് ജൂലൈ 19-ാം തീയതി. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി, ഇവളുടെ പ്രസവം കഴിഞ്ഞിട്ട് അവളെ നോക്കാൻ പോകാൻ വേണ്ടി ജൂലൈ 19-ാം തീയതി എൻ്റെ ഡേറ്റ്. 10 ദിവസം കഴിഞ്ഞ് പോകാം, ഇവൾക്ക് സിസേറിയൻ ആയതുകൊണ്ട് ഒരു 56 കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതി ജൂലൈ 27-ാം തീയതിക്ക് ഞാൻ ടിക്കറ്റൊക്കെ എടുത്തു. പക്ഷേ പെട്ടെന്നാണ് ഇവള് പ്രസവിച്ച് 15-ാം ദിവസം മൂത്ത മോളുടെ ഇന്ന് പെട്ടെന്നൊരു കോള് വരെയാണ്. പെട്ടെന്ന് അവൾക്ക് വാട്ടർ ബ്രേക്കായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന്. ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ അവർ 8-ാം മാസമായുള്ളൂ, 3 ദിവസം അവർ ആശുപത്രിയിൽ തന്നെ വെച്ചായിരുന്നു. അപ്പം 72 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയൊക്കെ ഇൻഫെക്ഷൻ ആകും, ഉടനെ ഓപ്പറേഷൻ ചെയ്യും. ഇത് അവർ പറഞ്ഞ് ഇൻഫെക്ഷൻ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, പക്ഷേ നിങ്ങൾ രാവിലെ വൈകുന്നേരം ഗുളിക എടുത്തോ, വീട്ടിലേക്ക് പോയിക്കോ, 9 മാസം ആകാണ്ട് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യില്ല എന്ന്. അപ്പോൾ ഞാനിവിടെ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം